ഓക്കെ, ഇൻട്രോഡക്ഷൻ ടു അക്കൗണ്ടിങ് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രോഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇതിന്റെ ബേസിക് ആയിട്ട് എന്താണ് അക്കൗണ്ടിങ് എന്നാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. മീനിങ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് ആണ്. ബിസിനസിന്റെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് അതിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസാക്ഷൻ എന്താണെന്ന് അറിയണം, ബിസിനസ് എന്താണെന്ന് അറിയണം. ബിസിനസ് എന്ന് പറയും, ബിസിനസ്സിലെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലാംഗ്വേജ് ആണെന്ന് പറയുന്ന സമയത്ത് ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്താണ്. അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്ത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ട്രാൻസാക്ഷൻസിനെ മുഴുവൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ബിസിനസിന്റെ ശരീരഭാഷ കൂടി അല്ലെങ്കിൽ ഭാഷ കൂടി നമുക്ക് അതിനെ എന്ത് ചെയ്യേണ്ടി വരും, മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇതിന് അക്കൗണ്ടിങ് ഹാസ് റൈറ്റ്ലി ബീൻ ടേംഡ് ആസ് ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ്. ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ്. നിങ്ങളുടെ ഫസ്റ്റ് ലൈനിൽ തന്നെ ഞാൻ അതിന് ക്ലാരിറ്റി തന്നു. എന്താണ് അക്കൗണ്ടിങ്? പറയടോ. അക്കൗണ്ടിങ് ഹാസ് റൈറ്റ്ലി ബീൻ ടേംഡ് ആസ് ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഒരു ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിങ്. എന്തുകൊണ്ടാണ് ലാംഗ്വേജ് ആവുന്നത്? മുഴുവൻ ട്രാൻസാക്ഷൻസും. അപ്പൊ ട്രാൻസാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മണി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോണിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള വരവ് ചെലവ് കണക്കുകളെ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? അങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യപ്പെടുന്ന സമയത്ത് ആ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് മനസ്സിലായി. ഈ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഈസി ആയിട്ട് നമുക്ക് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനെയും ഒരു ഫോമിലേക്ക് മാറ്റുകയാണ്. പറഞ്ഞാൽ മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറ്റുന്ന ഫോമിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. വാട്ട് യു മീൻ ബൈ ബുക്ക് കീപ്പിംഗ്? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇപ്പൊ ഞാൻ ഒരാൾക്ക് ഒരു ഗുഡ്സ് വിൽക്കുകയാണ്. ഈ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിൻ രാജ് എന്ന് പറയുന്ന പയ്യനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മളെ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് അതിൻ രാജ് പറഞ്ഞു, സാർ എനിക്ക് കുറച്ച് ഞാനൊരു കപ്പലണ്ടി കച്ചവടക്കാരനാണ്, ഞാൻ എന്ത് ചെയ്യണം, അയാൾക്ക് ഗുഡ്സ് ആണ് കപ്പലണ്ടിയാണ് എന്റെ ഗുഡ്, അത് ഞാൻ അയാൾക്ക് വിൽക്കുകയാണ്. അപ്പൊ കപ്പലണ്ടി വാങ്ങിക്കുന്ന അതിൻ രാജിന്റെ ബുക്സിൽ എന്ത് എഴുതും? പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ രാജ് റെക്കോർഡ് ചെയ്തു. ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന, അതായത് വെറുതെ എഴുതി വെക്കുന്ന ട്രാൻസാക്ഷൻസിനെ പറയുന്ന പേരാണ് എന്തെന്നുള്ളതോ ബുക്ക് കീപ്പിംഗ് എന്നുള്ളത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാഹുൽ അല്ലെങ്കിൽ സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ അദിൻ, ഇങ്ങനെ ഇത്തരത്തിൽ ട്രാൻസാക്ഷനുകളെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്തെന്നുള്ളത് ബുക്ക് കീപ്പിംഗ്. അപ്പൊ ട്രാൻസാക്ഷൻ എന്താണ്? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണി റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ഉള്ള ട്രാൻസാക്ഷൻസിനെ, മണി റിലേറ്റഡ് അഥവാ മോണിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെ, ഇവന്റിനെ പറയുന്ന പേരാണ് ട്രാൻസാക്ഷൻസ്. മോണിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ വേറൊരു രീതിയിൽ കൂടി പറയാം, ആക്ടിവിറ്റീസിനെയോ ഇവന്റ്സിനെയോ പറയുന്ന പേരാണ് എന്തെന്നുള്ളത് ട്രാൻസാക്ഷൻസ്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോടോ? മനസ്സിലാവാത്തവരുണ്ടോ? മനസ്സിലാവാത്തവരുണ്ടോ? മനസ്സിലായിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറയാണ്, അപ്പൊ ലാംഗ്വേജ് ഓഫ് ദ ബിസിനസ് ആണ് എന്തെന്നുള്ളത് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് ഈസ് ടു സെർവ് ആസ് എ മീൻ കമ്മ്യൂണിക്കേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്താണ്? ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് ഔട്ട്സൈഡേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ഇൻഫോർമേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇൻഫോർമേഷൻ ആക്കി മാറ്റുക എന്ന് പറയുന്ന സമയത്ത് നിങ്ങളിപ്പോ അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചു കഴിഞ്ഞ ആളുകളാണ്. അപ്പൊ അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്ത് എന്താണ് റിസൾട്ട് വരിക? പ്രോഫിറ്റോ ലോസോ സംഭവിക്കാം. ഈ പ്രോഫിറ്റോ ലോസോ സംഭവിക്കുന്ന കാര്യം നമ്മൾ ആർക്ക് ട്രാൻസ്ഫർ ചെയ്യും? ഇത് യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് യൂസേഴ്സിന് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്കത് നേരായ രീതിയിൽ മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറ്റുന്ന പ്രോസസ്സിനെയും നമ്മൾ എന്തെന്ന് പറയും? അക്കൗണ്ടിങ് എന്ന് പറയും. ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാട്ടോ. അതായത് ഒരു ട്രാൻസാക്ഷൻസിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തില്, അതായത് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടി. ഫോർ എക്സാമ്പിൾ ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞു.
ഈ ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ജേണൽ എന്ന് പറയുന്ന പ്രോസസ്സാണ്. പ്രൈമറി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയും. 2 ആസ്പെക്ട് ആക്കി മാറ്റുക എന്നുള്ളേ ഉള്ളൂ. അതിൽ നിന്ന് അതിന് ആ 2 ആസ്പെക്ടുകളെ 2 രൂപത്തിലാക്കി മാറ്റും. അതിനെ എന്തെന്ന് പറയാ, ലെഡ്ജർ എന്ന് പറയും. ലെഡ്ജർ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ട്രയൽ ബാലൻസും അതിൽ നിന്ന് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിസൾട്ട് കിട്ടും, പ്രോഫിറ്റ് ഓർ ലോസ്. ഈ പ്രോഫിറ്റ് ഓർ ലോസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്, അതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളെയും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്ങിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്ങിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്? ക്രെഡിറ്റേഴ്സ് ആവാം, ഡെപ്റ്റേഴ്സ് ആവാം, അല്ലെങ്കിൽ ബാങ്ക് ആവാം, ഗവൺമെന്റ് ആവാം. ഇവർക്ക് ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്? യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ accounting has rightly been termed as the language of business. Language of business ആണ് എന്തെന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. The basic function of language, ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ബേസിക് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താ? കമ്മ്യൂണിക്കേഷൻ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിന്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? യെസ് സർ. ഓക്കെ. അക്കൗണ്ടിങ്ങിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ പറയുന്ന കമ്മ്യൂണിക്കേഷൻ മാത്രമൊന്നുമല്ല അക്കൗണ്ടിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ റെക്കോർഡിങ്സ് ഉണ്ട്, ഒരുപാട് ഫോർകാസ്റ്റിംഗ് ഉണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് ആണെന്നൊക്കെ പറയുന്ന ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. നിർഭാഗ്യവശാൽ നിങ്ങൾക്ക് അതൊന്നും പഠിക്കാനില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മീനിങ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഞാൻ ഒരു തവണ വായിക്കാം. Accounting has rightly been termed as language of business. The basic function of a language is to serve as mean of communication. Full stop. Accounting is serve this function by communicating by result of business operations to various parties who are interested in it. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണോ ഈ പറയുന്ന റിസൾട്ടിലൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്. യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ് ആരൊക്കെയാണ്? യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ് ആരൊക്കെയാണ്? ബാങ്ക്, ഗവൺമെന്റ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഓണേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പീപ്പിൾസ്, അതുപോലെ തന്നെ എംപ്ലോയീസ്. ഇവർക്കൊക്കെ എന്തറിയണം? അക്കൗണ്ടിങ്ങിന്റെ ഇൻഫോർമേഷൻ അറിയണം. ഗവൺമെന്റിന് എന്തിനാ അറിയുന്നത്? ടാക്സ് അടയ്ക്കാൻ. എംപ്ലോയീസിന് എന്തിനാ അറിയുന്നത്? അവരുടെ സാലറി ഇനി കൂട്ടി കിട്ടുമെന്ന് അറിയാൻ. മൂന്നാമത്തെ കാര്യം ആരാ? മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കാണ്. ബാങ്കിലേക്ക് അടവ് ചെല്ലുമെന്ന് അറിയാൻ. ക്രെഡിറ്റേഴ്സ്, ഡെപ്റ്റേഴ്സ്, അവർക്ക് കൊടുക്കാനുള്ളതും വാങ്ങിക്കാനുള്ള ആളുകളും, പൈസ തരാനുള്ള ആളുകളെയും കൊടുക്കാനുള്ള ആളുകളെയും നമ്മൾ ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും എന്നാണ് പറയാം. അപ്പൊ ഇവരൊക്കെ എന്താണ്? ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഇവർക്കെല്ലാം ഈ ട്രാൻസാക്ഷൻസ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നത് അറിയണം. കാരണം എന്താ? ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഈ ട്രാൻസാക്ഷൻസിന് മുന്നോട്ട് പോകണോ, ഈ ബിസിനസ്സുമായിട്ട് ഇനി നമ്മൾ ബിസിനസ്സിൽ മുന്നോട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ളത് എവിടുന്നാ വരുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അഥവാ അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള വഴികളിലൂടെ മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അക്കൗണ്ടിങ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മളെ AICPA എന്ന് പറയുന്ന അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്? അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ്. ഈ ഡെഫിനിഷൻ പഠിക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുക. അക്കൗണ്ടിങ്ങിന്റെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് 1941 എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഡെഫിനിഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിന് എന്താണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു ബുക്ക് കീപ്പിംഗ് അഥവാ പ്രൈമറി ബുക്സ് ഓഫ് എൻട്രി എന്ന് പറയുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസാക്ഷൻസ്, അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ആൻഡ് ആക്ടിവിറ്റീസിനെ റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ബുക്ക് കീപ്പിംഗിൽ വന്നിരിക്കുന്ന ഐറ്റത്തെ നമ്മൾ 2 ആസ്പെക്റ്റുകളാക്കി മാറ്റും. ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ആക്കി മാറ്റുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ജേണൽ എന്ന് പറയും. അപ്പൊ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ബുക്ക് കീപ്പിംഗ് ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ജേണൽ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ഓക്കെ ആണോ? അക്കൗണ്ടിങ് ഈസ് ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ
ഇറ്റ്സ് എ പ്രൈമറി റെക്കോർഡിംഗ് ആണ്. പ്രൈമറി റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ട്രാൻസാക്ഷൻസ് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റോ ഒരു ആക്ടിവിറ്റിയോ സംഭവിച്ച സമയത്ത് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. അതിന് റെക്കോർഡ് ചെയ്തതിനെ രണ്ട് ആസ്പെക്റ്റുകളാക്കി മാറ്റുന്നു, ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഇതിനെ ജേണൽ എന്ന് പറയുന്നു. ഈ ജേണലിനെയാണ് നമ്മൾ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായില്ല? വളരെ സിമ്പിൾ ആയിട്ട്, അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. റെക്കോർഡ് ചെയ്യാറ് അപ്പൊ സാധാരണ രീതിയിൽ ഞാൻ ഒരാൾക്ക് ഒരു ഗുഡ്സ് വിറ്റു, അല്ലെങ്കിൽ ഒരാളെ കയ്യിൽ നിന്ന് ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ചെയ്ത സമയത്ത് പർച്ചേസ്ഡ് ഫ്രം ഇന്ന ആള് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ട്രാൻസാക്ഷൻ എഴുതിയിട്ടുണ്ടാവും. ക്യാഷോ ക്രെഡിറ്റോ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. ഈ എഴുതി വെച്ചിരിക്കുന്ന ട്രാൻസാക്ഷനെ ഞാൻ അടുത്ത ഒരു ഫോമിലേക്ക് മാറ്റും. അടുത്ത ഫോമിലേക്ക് മാറ്റാനുള്ള റൂൾസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അടുത്ത ഫോം എന്ന് പറയുന്നത് ജേണൽ എന്ന് പറയുന്ന ഫോമാണ്. ജേണൽ എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി റെക്കോർഡ്സ് ആണ്. ഈ പ്രൈമറി റെക്കോർഡ്സ് ആണ് ബുക്ക് കീപ്പിംഗും എന്തെന്ന് പറയുന്നതും ജേണൽ എന്ന് പറയുന്നത്. അപ്പൊ ജേണലിൽ നമ്മൾ എഴുതുക എന്തായിരിക്കും? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്, അല്ലെങ്കിൽ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ഇന്ന ആള് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഇങ്ങനെ ഈ രണ്ട് പ്രോസസ്സിനെ നമ്മൾ റെക്കോർഡിംഗ്, ആർട്ട് ഓഫ് റെക്കോർഡിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ സർ. ഓക്കെ. അടുത്ത ടേം എന്ന് പറയുന്നത് ക്ലാസിഫയിങ് ആണ്. ക്ലാസിഫയിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് ഞാൻ വെറുതെ എന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ രണ്ട് ട്രാൻസാക്ഷൻസ് വന്നു. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ സമയത്ത് രണ്ട് എലമെന്റ് വന്നു, ഒരു ഡെബിറ്റ് എലമെന്റ് വന്നു, ഒരു ക്രെഡിറ്റ് എലമെന്റ് വന്നു. ഈ ഡെബിറ്റിൽ ഇരിക്കുന്ന സംഭവം പർച്ചേസ് ആണ്. ഈ പർച്ചേസിനെ നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആക്കി മാറ്റുകയാണ്. പർച്ചേസിനെ നമ്മളൊരു സെപ്പറേറ്റ് അക്കൗണ്ട് ആക്കി മാറ്റുകയാണ്. അതുപോലെ ക്യാഷിനെ നമ്മൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ആക്കി മാറ്റുകയാണ്. എന്താ കേട്ടില്ല? പറയാം. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ സമയത്ത് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഉണ്ട്, ക്യാഷ് അക്കൗണ്ട് ഉണ്ട്. ഇതിൽ പർച്ചേസ് അക്കൗണ്ടിനെ നമ്മൾ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് ആക്കി മാറ്റുകയും ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ വേറൊരു അക്കൗണ്ട് ആക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ രണ്ട് അക്കൗണ്ടുകളാക്കി മാറ്റി ലെഡ്ജർ ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? അതായത് രണ്ട് അക്കൗണ്ടുകളാക്കി മാറ്റുന്ന ഒരു ട്രാൻസാക്ഷനുകളെ ജേർണലൈസ് ചെയ്തു കഴിഞ്ഞാൽ അതിന് രണ്ട് ആസ്പെക്റ്റുകൾ വന്നാൽ ഈ രണ്ട് ആസ്പെക്റ്റുകളിൽ ഇരിക്കുന്ന കാര്യങ്ങളെ രണ്ട് അക്കൗണ്ടുകളാക്കി മാറ്റുന്നതിനെ നമ്മൾ ക്ലാസിഫൈയിങ് എന്ന് പറയും, അഥവാ ലെഡ്ജറൈസിങ് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? യെസ് സർ. ഓക്കെ ആണ്. ആൻഡ് സമ്മറൈസിങ്. പറഞ്ഞാൽ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന റിസൾട്ടിനെ, ഇങ്ങനെ കിട്ടിയിരിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ സമ്മറൈസ് ചെയ്യാൻ പോകണം. സമ്മറൈസ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മൾ നേരെ ട്രയൽ ബാലൻസിലേക്കും അതിൽ നിന്ന് അതിനെ നമ്മൾ എങ്ങോട്ടേക്കും കൊണ്ടുപോകും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും കൊണ്ടുപോകും. ഇവിടുന്ന് നമ്മൾ ഒരു സിഗ്നിഫിക്കന്റ് മാനറിലൂടെ ഈ ട്രാൻസാക്ഷൻസിനെയും ഇതിനെയും കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു കഴിഞ്ഞാൽ എ സിഗ്നിഫിക്കന്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് which are in part at least money related ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെയും ഇവന്റ്സിനെയും ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ, ഒരു ഫിനാൻഷ്യൽ ക്യാരക്ടറിലേക്ക് കൊണ്ടുപോയി ഒരു റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കും. റിസൾട്ടിനെ ഇന്റർപ്രറ്റ് ചെയ്തെടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാവും. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. അങ്ങനെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ മനസ്സിലായി കഴിഞ്ഞാൽ ഈ റിസൾട്ടിനെ നമ്മൾ ആർക്ക് കൊടുക്കും? റിസൾട്ട് ദെയർ ഓഫ് യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്ങിന് കൊടുക്കും. ഇതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യും, രണ്ടാമത് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നതിൽ ജേർണലും വരും, ബുക്ക് കീപ്പിംഗും വരും. അതിൽ നിന്ന് രണ്ടാമത് ക്ലാസിഫൈ ചെയ്യാണ്, അതിനെ ലെഡ്ജറൈസ് ചെയ്യാന്ന് പറയും. മൂന്നാമത്തെ കാര്യം സമ്മറൈസ് ചെയ്യാന്ന് പറയും, അതിനെ ട്രയൽ ബാലൻസിലേക്ക് മാറ്റും. ട്രയൽ ബാലൻസിൽ നിന്ന് നമ്മൾ അതിനെ എന്തിലേക്ക് എടുക്കും? ഇതിന്റെ ഈ മണി റിലേറ്റഡ് ആയിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷനെയും ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകും. ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടുന്ന് ഒരു റിസൾട്ട് ജനറേറ്റ് ചെയ്യും. റിസൾട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റോ ലോസോ എന്നുള്ളതായിരിക്കും. ഈ പ്രോഫിറ്റോ ലോസോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യും? നേരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്ങിന് കൊടുക്കും. അതായത് യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങളോട് ലാസ്റ്റ് പറഞ്ഞത്, റിസൾട്ട് ദെയർ ഓഫ്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ റിസൾട്ട് ഉണ്ടാക്കുന്നത്, അല്ലാതെ ആർക്ക് വേണ്ടിയിട്ടല്ല, കമ്പനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ മക്കളെ? എല്ലാവരും വീഡിയോ ഓൺ ആക്കുക. എല്ലാവരും വീഡിയോ ഓൺ ആക്കുക കേട്ടോ. എല്ലാവരും വീഡിയോ ഓൺ ആക്കേ. വീഡിയോ നജ ഫാത്തിമ, ഹരികൃഷ്ണൻ വീഡിയോ ഓൺ ആക്കാത്ത എന്താ? ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഇത് ഓക്കെ ആണോ? ഈ രണ്ട് ഡെഫിനിഷൻ ഒന്ന് വായിക്കാം.
ഈ രണ്ട് ഡെഫിനിഷൻ ഒന്ന് വായിക്കാം. ഇപ്പൊ തന്നെ വായിച്ച് പഠിച്ചോളൂ കേട്ടോ. ഇപ്പൊ തന്നെ വായിച്ച് പഠിച്ചോളൂ. ഇപ്പൊ തന്നെ വായിച്ച് പഠിച്ചോളൂ. അടുത്ത നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്നുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഒരു യൂസ്ഫുൾ, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു ബി യൂസ്ഫുൾ എന്ന് പറയുമ്പോൾ ആർക്കാണ് യൂസ്ഫുൾ ആവുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. യൂസ്ഫുൾ ആവുന്ന ആർക്കൊക്കെയാണ്? യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്ങിനാണ് ഈ പറയുന്ന ഇൻഫോർമേഷൻ, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്. അപ്പൊ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആയി മാറുന്ന ആർക്കാണ്? യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ് ആണ്. യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ് ആരൊക്കെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു. സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ഓണേഴ്സ് ഓഫ് ദ ബിസിനസ്, ബാങ്ക്, ഗവൺമെന്റ്, പബ്ലിക് ആൻഡ് എംപ്ലോയീസ് ഓഫ് ദ ഓർഗനൈസേഷൻസ്. ഇത്രയും ആളുകൾക്ക് എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷൻ, അതായത് ഈ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആവും എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫോർമേഷനകത്ത് 4 പോയിന്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് റിലയബിലിറ്റി. റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മുഴുവനായിട്ടും റിലയബിൾ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഒരു എററും അതുപോലെ തന്നെ ഒരു ബയാസും എന്തിൽ ഉണ്ടാവാൻ പാടില്ല? നമ്മുടെ ഈ കിട്ടിയിരിക്കുന്ന ഇൻഫോർമേഷനിൽ ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ ആണോ? ഇത് ഫെയ്ത്ത്ഫുള്ളി ആയിരിക്കണം, മറ്റൊരാൾക്ക് വിശ്വാസം തോന്നുന്ന രീതിയിലായിരിക്കണം. ഇതിൽ തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഇതിനകത്ത് എററോ ബയാസോ ഉണ്ടാവാൻ പാടില്ല. മുൻവിധികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എപ്പോഴും എന്തായിരിക്കണം? റിലയബിൾ ആയിരിക്കണം, സത്യസന്ധമായിരിക്കണം, വ്യക്തത ഉണ്ടായിരിക്കണം, ട്രൂ ആൻഡ് ഫെയർ ആയിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ. അടുത്ത എന്താണ്? ഇത് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെന്റ് ഫാക്ട്സ് ആയിരിക്കണം, സത്യസന്ധമായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന, അഥവാ നമുക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന ട്രാൻസാക്ഷനുകളെ അല്ലെങ്കിൽ ഇവന്റുകളെ അല്ലെങ്കിൽ ആക്ടിവിറ്റികളെ വേണം എവിടെ റെക്കോർഡ് ചെയ്യാൻ? ഈ പറയുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യാൻ. ഇത് റിലയബിൾ ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ മീനിങ് ഇതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണ്. ആർക്കെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടോ? ആർക്കെങ്കിലും കാണുന്നില്ല? ഒന്നും കൂടി പറയണം. റിലയബിൾ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമാവുക. അതായത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് വളരെ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിനകത്ത് സംഭവിച്ച കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഞാന് ഷാക്കിബ് ഹുസൈൻ എന്ന് പറഞ്ഞ ആൾക്ക് എന്ത് ചെയ്യാണ്? ഗുഡ്സ് വിറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുഡ്സ് വിറ്റത് ഒരു 1000 ഗുഡ്സേ വിറ്റിട്ടുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? കള്ളത്തരം കാണിച്ചിട്ട് 10000 ഗുഡ്സ് വിറ്റു കാണിച്ചു എന്ന് കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ മുൻവിധിയോട് കൂടിയിട്ട് ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? ഈ റിലയബിലിറ്റി നഷ്ടപ്പെട്ടു പോകും. അതായത് ഈ ഇൻഫർമേഷൻ കൊണ്ട് യൂസേഴ്സിന് ഉപകാരപ്പെടാതെ വരും. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലും അതുകൊണ്ട് ആർക്കും ഉപകാരം ഉണ്ടാവില്ല? യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ്ങിന് ഉപകാരപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇതിലുള്ള എറേഴ്സും ബയാസും ഫെയ്ത്ത്ഫുള്ളി റെപ്രസെന്റ് ചെയ്തിരിക്കണം. ഫെയ്ത്ത്ഫുള്ളി റെപ്രസെന്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കണം. അതിന്റെ ഫാക്ട് ആയിരിക്കണം അവിടെ ഉൾക്കൊണ്ടിട്ടുണ്ടാവുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ആർക്കെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. അടുത്തത്. അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ കിടക്കാണ്. നെക്സ്റ്റ് എന്താണ്? റെലവൻസ്. റെലവൻസ് എന്ന് പറഞ്ഞാൽ ഇതിന് എത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട്, ഈ ഇൻഫോർമേഷന് എത്രത്തോളം ഇമ്പോർട്ടന്റ്. ഇത് റൈറ്റ് ടൈമിൽ, അവൈലബിൾ ഇൻ ടൈം എന്നാ പറഞ്ഞത്. റൈറ്റ് ടൈമിൽ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യപ്പോഴാണ് സാധാരണ രീതിയിൽ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം, അക്കൗണ്ടിങ് പീരിയഡ് അപ്ലൈ ചെയ്യുന്നത്. ഒന്നുകിൽ പല അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെയും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ജനുവരി മുതൽ ഡിസംബർ 31 വരെ ആയിരിക്കും അവർ അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ മുതൽ 31 മാർച്ച് വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ പറയാം. അപ്പൊ ഈ ഒരു പീരീഡ് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് കിട്ടണം? ഇതിന്റെ റിസൾട്ട് കിട്ടണം. അപ്പൊ റൈറ്റ് ടൈമിൽ നമുക്ക് ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്തായിട്ട് മാറുള്ളൂ? ഇത് ഉപകാരപ്പെടുള്ളൂ. ദ ഇൻഫർമേഷൻ ടു ബി റെലവന്റ് ആയിരിക്കണം, വളരെ കൃത്യമായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം, കറക്റ്റ് ഓൺ ടൈമിൽ കിട്ടണം. എപ്പോഴെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് നമുക്ക് കാര്യമുണ്ടോ? ഉണ്ടോ മക്കളെ? 10 കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോടാ?
ഇല്ല. നമുക്ക് അപ്പൊ എപ്പോ തന്നെ കിട്ടണം? നേരത്തെ തന്നെ കിട്ടണം. അപ്പൊ ഇൻഫോർമേഷൻസിൽ റിലയബിലിറ്റി, റെലവൻസ് ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ആ ഓക്കെ. തേർഡ് പോയിന്റ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. തേർഡ് പോയിന്റ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെക്കോർഡിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണോ ഇത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അയാൾക്ക് ഇത് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. അതായത് സെൻഡർ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ ഞാനാണ് സെൻഡർ, മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്ന ആള് ഞാനാണ്. ഇതേ സംഭവം ആര് റിസീവ് ചെയ്യണം? ദിയ ഫർഹ കൃത്യമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അതുപോലെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ അണ്ടർസ്റ്റാൻഡബിലിറ്റി ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ വേർഡ് ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? അതായത് റിസീവർക്കും സെൻഡർക്കും ഒരേ മീനിങ് വരണം. ഏത് രീതിയിലാവരുത്? രണ്ടാൾക്ക് രണ്ട് മീനിങ് വന്നു കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റി പോകും. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അടുത്തത് കമ്പാരബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ പോയിന്റ് കമ്പാരബിലിറ്റി ആണ്. കമ്പാരബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അക്കൗണ്ടിങ് സിസ്റ്റം മറ്റൊരു അക്കൗണ്ടിങ് സിസ്റ്റവുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ അതിന്റെ രണ്ട് സിസ്റ്റം ഒരേപോലെയാണ്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ള അതിന്റെ റെലവൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിനെ അപേക്ഷിച്ച് ഈ വർഷത്തെ ട്രാൻസാക്ഷൻ എത്ര, അല്ലെങ്കിൽ ഈ വർഷം നടക്കുന്ന കാര്യങ്ങളെല്ലാം ക്ലിയർ ആണോ, അല്ലെങ്കിൽ ഈ വർഷം നടത്തിയിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും പ്രോപ്പർ ആണോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നു. അപ്പൊ കമ്പാരബിലിറ്റി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കഴിഞ്ഞ വർഷത്തെ ട്രാൻസാക്ഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റൊരു ഫേമുമായിട്ട് കമ്പയർ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് സഹായിക്കും? അക്കൗണ്ടിങ് സിസ്റ്റം നമ്മളെ സഹായിക്കും. അപ്പൊ 4 പോയിന്റ്സ് ആണ്: റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി ആൻഡ് കമ്പാരബിലിറ്റി. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഒന്ന് വായിക്കാം. മനസ്സിലാവാത്തവരാണ് ഇപ്പൊ ചോദിക്കണം കേട്ടോ. ചോദിക്കണേ. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. 4 ഒബ്ജക്റ്റീവ്സേ നമുക്ക് പഠിക്കാനുള്ളൂ. ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്? എല്ലാ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യുക. എല്ലാ ട്രാൻസാക്ഷൻസിനെയും റെക്കോർഡ് ചെയ്യുന്ന ആരുടെ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആരുടെ ഒബ്ജക്റ്റീവ് ആണ്? നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഒബ്ജക്റ്റീവ് ആണ്. രണ്ടാമത്തെ പോയിന്റ് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. പ്രോഫിറ്റോ ലോസോ എന്നുള്ളത് കണ്ടുപിടിക്കുക. ഫസ്റ്റ് എന്താണ്? എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുക. സെക്കൻഡ് എന്താണ്? ഈ റെക്കോർഡ് ചെയ്തിരിക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസിനും പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് തിരിച്ചറിയാം. മൂന്നാമത്തെ കാര്യം എന്താ? ഡിസിപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയണമെങ്കിൽ ഇതിനെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് ചിത്രീകരിക്കുക. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയണമെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്നാണ് അർത്ഥം. ബാലൻസ് ഷീറ്റിനെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ ട്രാൻസാക്ഷൻസ് പ്രോപ്പർ ആണ്, നമുക്ക് മനസ്സിലായി. നാലാമത്തെ പോയിന്റ് ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എത്ര യൂസേഴ്സ് ഉണ്ട്? യൂസേഴ്സ് ഓഫ് ദ അക്കൗണ്ടിങ് ആരെല്ലാമാണ്? ഞാൻ നേരത്തെ പറഞ്ഞ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്, അവരൊക്കെ കൃത്യമായിട്ട് ഈ ഇൻഫർമേഷൻസ് ഫോർവേഡ് ചെയ്യാം. അപ്പൊ 4 പോയിന്റ്സ് ആണുള്ളത്. ഫസ്റ്റ്, ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. സെക്കൻഡ്, കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. മൂന്നാമത്തെ പോയിന്റ്, ഡിസിപ്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. നാലാമത്തെ പോയിന്റ്, ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ് ഓർ യൂസേഴ്സ്. ക്ലിയർ ആണോ മക്കളെ? ഈ 4 പോയിന്റ് ഇപ്പൊ തന്നെ പഠിക്കാം. ഒന്നും കൂടി പറയാം. ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, to calculation of profit or loss, to deception of financial position, to make information available to various group or users. Clear ആണോ? 4 പോയിന്റ് ഇപ്പൊ തന്നെ പഠിക്കാം കേട്ടോ. നിങ്ങൾക്ക് 2 മാർക്കാണ്, വളരെ ഈസി ആയിട്ട് കിട്ടി. വേഗം പഠിക്കാം. ഡിഫൈൻ ചെയ്യാൻ ചോദിക്കോ? ഇല്ലടാ, സാധാരണ രീതിയിൽ ഇതിന്റെ പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ റെക്കോർഡ് ദ
ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ആണ് റെക്കോർഡിംഗ് ഓൾ ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ്. ഇത്രയും നീ എഴുതിയാൽ മതി. ക്ലിയർ ആണോ? കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, പ്രിപ്പയർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എഴുതിയാൽ മതി. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കില്ല, സാധാരണ രീതിയിൽ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിക്കുക. ക്ലിയർ? എന്നാലും ഒന്ന് വായിച്ചു നോക്കിക്കോളൂ, തിയറി പാർട്ടിന്റെ ഭാഗമായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാ. ഇത് നിനക്ക് മനസ്സിലാക്കിയാൽ എഴുതാവുന്ന കാര്യമുള്ളൂ. ക്ലിയർ ആണോ? അതിനകത്തുള്ള തിയറി അതേപോലെ കാണാപ്പാടെ പഠിക്കുന്നു ചെയ്യരുത്. ഞാൻ ഈ തന്ന പോയിന്റ് എന്തായാലും നിങ്ങൾ വിടാൻ പാടില്ല. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത ഏരിയയിലേക്ക് കിടക്കുകയാണ്. ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ട്രാൻസാക്ഷന്റെ ബേസിക് ടേംസ്. എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ? ബിസിനസ് ട്രാൻസാക്ഷൻ ആണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഇതിൽ വരുന്നത്. ബിസിനസ് ട്രാൻസാക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇവന്റ്സ് ഓർ ആക്ടിവിറ്റീസ് ഓർ ട്രാൻസാക്ഷൻസ്, ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നു ഇറ്റ്സ് എ ബിസിനസ് ട്രാൻസാക്ഷൻ. ഇത് ക്യാഷ് ഓർ ക്രെഡിറ്റ് ആവാം. ക്യാഷ് ഓർ ക്രെഡിറ്റ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടത്തിന് കൊടുത്തതോ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തിനായിരിക്കാം, ക്യാഷിന് മേടിച്ചതോ ആയിരിക്കാം. അതിൽ കടത്തിന് വാങ്ങിച്ചതോ ക്യാഷിന് വാങ്ങിച്ചതോ ആയിരിക്കാം, പക്ഷെ അതിനൊരു വാല്യൂ ഉണ്ട്. വാല്യൂ ഈസ് എ മോണിറ്ററി ടേംസ്. മോണിറ്ററി ടേംസ് വാല്യൂ ഉള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി വാല്യൂ ഉള്ള ആക്ടിവിറ്റീസ് പറഞ്ഞാൽ കൊടുക്കൽ വാങ്ങലുകൾ, ഇവന്റ്സുകളായിരിക്കാം എന്തെന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബേസിക് ടേം എന്താണ്? ഇതിന് മണി വാല്യൂ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മണി വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ട്രാൻസാക്ഷൻ എന്ന് പറയുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഇതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻ ടേംസ് മണി വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മണി വർത്ത് ആയിരിക്കണം. മണി വർത്ത് ആണെങ്കിൽ മാത്രമേ ഈ ട്രാൻസാക്ഷനെ നമ്മൾ ഇതിൽ എടുക്കാൻ പറ്റുള്ളൂ, ഈ ഫോമിൽ എടുക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? അപ്പൊ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ മണി വാല്യൂ ഉള്ളതായിരിക്കണം. അത് ക്യാഷോ ക്രെഡിറ്റോ ആവാം. ക്യാഷോ ക്രെഡിറ്റോ ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻ ആവാം, ഒന്നുകിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആവാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? അടുത്തത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അധികം ഒന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് ആകെ എന്തായാലും പഠിക്കാനുള്ളൂ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാത്രമേ പഠിക്കാനുള്ളൂ. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എന്താണ് ബാലൻസ് ഷീറ്റ്, ഇത്രേ നിങ്ങളോട് ചോദിക്കത്തുള്ളൂ. സാധാരണ രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ബുക്ക്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ്, നോട്ട്സ് ടു അക്കൗണ്ട്സ്, 5 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ശരിക്കും അക്കൗണ്ടിങ് സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ. പക്ഷെ നമുക്ക് ഇവിടെ +1 ആകെ പഠിക്കാനുള്ള എന്തുള്ളൂ? 2 കാര്യങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. എന്തിനാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്തിനാ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഈ ബിസിനസ്സിലെ എന്തെല്ലാം അസറ്റുകൾ ഉണ്ട്, എന്തെല്ലാം ലയബിലിറ്റീസ് ഉണ്ട്, ഇതെല്ലാം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഇക്വേഷന്റെ രൂപത്തിൽ തന്നെയാണോ ഇരിക്കുന്നത്? അഥവാ കറക്റ്റ് ആയിട്ട് തന്നെയാണോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? അഥവാ ഫിനാൻഷ്യൽ പൊസിഷൻ കൃത്യമാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 കാര്യമുള്ളൂ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേടോ? ഓക്കെ. തേർഡ് പറഞ്ഞോളൂ. അടുത്തത് അസറ്റ് ആണ്. അടുത്ത ടേം അസറ്റ് ആണ്. അസറ്റ് നമുക്കറിയാം എന്താണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? അസറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അസറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലെ അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? അവരുടെ മെറ്റീരിയൽ തിങ്സ് ആണ്, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടി ആണ്, അല്ലെങ്കിൽ ബിസിനസിന്റെ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റത്തെ പറയുന്ന പേരാണ് അസറ്റ്. അപ്പൊ അസറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അക്കൗണ്ടിങ് ടേമിലേക്ക് വേണമെങ്കിൽ ഇറ്റ്സ് എ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓറിയന്റഡ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോഫിറ്റിംഗ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എൻകാഷ് ചെയ്യാൻ പറ്റുന്ന ഐറ്റത്തെ നമ്മൾ എന്തെന്ന് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണെങ്കിലും ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അത്തരത്തിലുള്ള കാര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സാധാരണ അസറ്റ് എന്ന് പറയാറ്. പക്ഷെ അസറ്റിനെ നമ്മൾ 2 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 2 ക്ലാസിഫൈ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ ഫിക്സഡ് അസറ്റ് എന്നും സെക്കൻഡ് വൺ കറണ്ട് അസറ്റ് എന്നുള്ളൂ. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മാസത്തിൽ കൂടുതൽ ഒരു അസറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് 12 മാസത്തിൽ കൂടുതൽ ഒരു അസറ്റിനെ നമ്മുടെ ബിസിനസ്സിൽ നിർത്തുകയാണെങ്കിൽ അത്തരം ബിസിനസ് അസറ്റുകളെ നമ്മൾ എന്തെന്ന് പറയും?
ലോങ് ടേം അസറ്റ് അഥവാ ഫിക്സഡ് അസറ്റ് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ? അപ്പൊ ലോങ് ടേം അസറ്റുകൾ എന്ന് പറയുമ്പോൾ 12 മാസത്തിൽ കൂടുതൽ ഒരു അസറ്റിനെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അത്തരം അസറ്റുകളെ നമ്മൾ എന്തെന്ന് പറയും? ഫിക്സഡ് അസറ്റുകളാണ്. അപ്പൊ ഈ ഫിക്സഡ് അസറ്റിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ലോങ് ടേം ആയിട്ട് 1, 2, 3, 4, 5 വർഷത്തേക്ക് ഒരു അസറ്റിനെ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന അസറ്റുകളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മാസത്തിൽ താഴെ ഉപയോഗിച്ച് ക്യാഷ് ആക്കി മാറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഞാൻ എക്സാമ്പിൾസ് ഒക്കെ പറയാട്ടോ. ക്ലിയർ ആണോ? അപ്പൊ ഫിക്സഡ് അസറ്റിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഫിക്സഡ് അസറ്റിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ലാൻഡ്. ലാൻഡ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ലാൻഡ് എന്ന് പറയുന്നത്. ലാൻഡ് ഈസ് എ ഫിക്സഡ് അസറ്റ്. ബിൽഡിംഗ് ഈസ് എ ഫിക്സഡ് അസറ്റ്. ബിൽഡിംഗ് ഒന്നും നാളെ നമ്മൾ വിൽക്കില്ല. ബിൽഡിംഗും ലാൻഡൊക്കെ നമ്മൾ നാളെ വിൽക്കുമോ? ഒരു ബിസിനസ്സിൽ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുമോ? ഒരുപാട് വർഷത്തേക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ അത് വാങ്ങിച്ചിട്ടുള്ളത്. ഫർണിച്ചർ, ബിസിനസ്സിലുള്ള ഫർണിച്ചർ. മോട്ടോർ കാർ, മെഷീനറി. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് അതായത് ക്യാഷ് ആക്കി നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടിനെ മുഴുവൻ നമ്മൾ എന്തെന്ന് പറയും? ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയും. അപ്പൊ ഈ അസറ്റുകളെ കോമൺ ആയിട്ട് നമ്മൾ എന്താ പറയും? ലോങ് ടേം അസറ്റ്. അതായത് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റാത്ത അസറ്റുകളെ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയും. ഇത് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ? അസറ്റുകളുടെ പേര് ഓർത്ത് വെച്ചോ. ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ, മോട്ടോർ കാർ, അതർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ്. ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഈ ലോങ് ടേം അസറ്റുകൾ എന്താന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ ഫിക്സഡ് അസറ്റിനെ 4 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ടാഞ്ചിബിൾ അസറ്റ്സ്. എന്താണ് ടാഞ്ചിബിൾ അസറ്റ്സ്? ഇനി ടാഞ്ചിബിൾ അസറ്റ്സിനെ കുറിച്ച് പറയാം. ടാഞ്ചിബിൾ അസറ്റ്സ് ആണ് ഫിസിക്കലി തൊടാൻ പറ്റുന്നതും കാണാൻ പറ്റുന്നതും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതും കൃത്യമായി ഷേപ്പ് ഉള്ളതുമായിട്ടുള്ള അസറ്റുകളെ നമ്മൾ എന്തെന്ന് പറയും? ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയും. അഥവാ നമുക്ക് കാണാൻ പറ്റുന്ന, ഇപ്പൊ ബിൽഡിംഗ് നമുക്ക് കാണാൻ പറ്റും, ലാൻഡ് നമുക്ക് കാണാൻ പറ്റും, മെഷീനറി നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും, അതിനൊക്കെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എന്താണ് ഫർണിച്ചർ നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും. ഇത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? രണ്ടാമത്തത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ഫിസിക്കൽ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. രണ്ടാമത്തെ കാര്യം ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, നമ്മൾ അതിനെ നമുക്ക് കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല. പക്ഷെ ഇതിനൊരു കൃത്യമായ വാല്യൂ ഉണ്ട്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ സൽപ്പേര്, പാറ്റന്റ്, കോപ്പിറൈറ്റ്, നോ ഹൗ. ഇത്തരത്തിൽ കേട്ടില്ല. മണി വരില്ല. മണി നമുക്ക് തൊടാൻ പറ്റുന്നല്ലേ? ഫിസിക്കലി കാണാൻ പറ്റുന്നത്, തൊടാൻ പറ്റുന്നതായിട്ടുള്ള അസറ്റ് അല്ലേ? പക്ഷെ അത് കറണ്ട് അസറ്റാ, എൻകാഷ് ചെയ്യാൻ പറ്റുന്ന അസറ്റാണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതിന് ഏത് രൂപത്തിലേക്ക്, ക്യാഷിന് നമുക്ക് ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും മാറ്റാം. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൊടാനും കാണാനൊക്കെ പറ്റുന്ന അസറ്റുകളെ നമ്മൾ എന്തെന്ന് പറയും? ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ് കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല, പക്ഷെ അതിന് വാല്യൂ ഉണ്ട്. ഗുഡ്വിൽ, നോ ഹൗ, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഇതിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസോ കാര്യങ്ങളൊന്നുമില്ല. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലാവാത്തവരുണ്ടോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാട്ടോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം. എടാ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ഉണ്ടോ? മനസ്സിലായി? ഒന്നും കൂടി പറയണം. ഓക്കെ. എടാ നമ്മളൊരു ബിസിനസ്സിൽ സൽപ്പേരുണ്ട്, ഗുഡ്വിൽ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ പറ്റും. ഒരു ബിസിനസ്സിൽ ഗുഡ്വിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. ഫിസിക്കലി കാണാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പൊ ഗുഡ്വിൽ എന്ന് പറയുന്നതിന് ഒരു വാല്യൂ ഉണ്ട്, ഒരു ബിസിനസ്സിൽ ഒരു വാല്യൂ ഉണ്ട്. അതൊരു പുതിയ ട്രാൻസാക്ഷൻ, ഒരു പുതിയ പാർട്ട്ണറൊക്കെ വരുന്ന സമയത്ത് അയാൾക്ക് ഗുഡ്വില്ലും കൂടി ചേർത്ത് വേണം കൊടുക്കാൻ. അപ്പൊ ഈ എമൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവും ബാലൻസ് ഷീറ്റിൽ. പക്ഷെ എന്ത് ചെയ്യില്ല, നമ്മൾ അതിനെ കാണുന്നില്ല, ഇങ്ങനൊരു സംഭവം ബിസിനസ്സിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഫിസിക്കലി കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത,
അത്തരത്തിലുള്ള അസറ്റുകളെ ഇൻവിസിബിൾ ആയിട്ടുള്ള അസറ്റുകളെ നമ്മൾ എന്തെന്ന് പറയും? ഇൻടാൻജിബിൾ അസറ്റ്സ് എന്ന് പറയും. അതിൽ ഫസ്റ്റ് വൺ ഗുഡ് വിൽ, ട്രേഡ് മാർക്ക്, പാറ്റന്റ്, കോപ്പിറൈറ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നോ ഹൗ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻടാൻജിബിൾ അസറ്റ്സ് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് വേസ്റ്റിംഗ് അസറ്റ്സ്. എന്താണ് വേസ്റ്റിംഗ് അസറ്റ്സ്? വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ ഈ അസറ്റ് അങ്ങ് നശിച്ചു പോകും. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസറ്റ് അങ്ങ് നശിച്ചു പോകും. ഫോർ എക്സാമ്പിൾ പെട്രോളിയം. പെട്രോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി? ആ അസറ്റ് എടുക്കും തോറും അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മൈനിങ് കോറീസ് എക്സ്ട്രാക്ഷൻ നടത്തുന്ന കോറീസിനകത്ത് കല്ല് വെട്ടി എടുത്തു കഴിഞ്ഞാൽ കുന്നും ഇല്ലാതായി പോയി. അപ്പൊ നമ്മൾ ഈ അസറ്റ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അഥവാ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അസറ്റ് ഇല്ലാതായി പോകും. അത്തരം അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേസ്റ്റിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. മൈൻസ്, കോറീസ്, അല്ലെങ്കിൽ പെട്രോളിയം പൈപ്പ് ലൈൻ നെറ്റ്വർക്സുകൾ, ഇതെല്ലാം ഏതിൽ ഉൾപ്പെടുന്നതാണ്? വേസ്റ്റിംഗ് അസറ്റിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അടുത്തത് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയണമെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബിസിനസ്സിന് അതിന് പ്രത്യേകിച്ച് അതിനെ കൊണ്ട് ഉപകാരമോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് യാതൊരു ഉപകാരം ഇല്ലാത്തൊരു സംഭവമാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വിടുന്ന ഏതൊക്കെയാണ്? പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു എക്സ്പെൻഡിച്ചർ സംഭവിച്ചു പോയി. പക്ഷെ നമ്മൾ എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറയും. പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സ്പെൻഡിച്ചർ സംഭവിച്ചു കഴിഞ്ഞു, ബിസിനസ് തുടങ്ങി കഴിഞ്ഞു. ഇതിനെ നമ്മൾ എല്ലാ വർഷങ്ങളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ എഴുതി തള്ളും. ഓരോ വർഷം നമ്മൾ അമോർട്ടൈസ് ചെയ്ത് ഒന്നിച്ച് കളയില്ല. അതായത് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ സംഭവിച്ച എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള അസറ്റുകളെ, അതായത് ഒരു എക്സ്പെൻസ് ആണ്, പക്ഷെ എന്താണ് അതിന് ഈ ബിസിനസ്സിൽ, റെലവന്റ് ബിസിനസ്സിൽ, പ്രസന്റ് ബിസിനസ്സിൽ എന്തില്ല? യാതൊരുവിധ വാല്യൂ ഇല്ല. അപ്പൊ ഈ അസറ്റ് ഇങ്ങനെ ബിസിനസ്സിൽ നിൽക്കുന്നുണ്ട്, എല്ലാ വർഷവും ഇതിന്റെ എക്സ്പെൻസ് എഴുതി തള്ളും. അതായത് ഒന്നിച്ച് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് കൊടുക്കുന്നതിന് പകരം എല്ലാ വർഷങ്ങളിലായിട്ട് ഇതിങ്ങനെ ഒഴിവാക്കി വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നതോ ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. മിസ്ലേനിയസ് എക്സ്പെൻസ് ഈ കാറ്റഗറി പെടുന്നതാണ്, ഫിക്റ്റീഷ്യസ് അസറ്റിന്റെ കാറ്റഗറി പെടുന്ന. ആക്ച്വലി ഇങ്ങനെ ഒരു എക്സ്പെൻഡിച്ചർ സംഭവിച്ചു പോയിട്ടുണ്ടാവും, പക്ഷെ വാല്യൂ ഒന്നുമില്ല, നോ റിയൽ വാല്യൂ. അതിന് പ്രസന്റ്ലി യാതൊരുവിധ വാല്യൂയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിന് ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള അസറ്റുകൾക്ക് എന്തില്ല? വാല്യൂ ഇല്ല. പക്ഷെ എവിടെ ഷോൺ ചെയ്യും? ബാലൻസ് ഷീറ്റിൽ ഷോൺ ചെയ്യുകയും ചെയ്യും, കാണുകയും ചെയ്യും. ക്ലിയർ ആണോ? മക്കളെ? ഓക്കെ ആണോ? ഒന്ന് വായിക്കാം. ഇത്രയും കാര്യങ്ങളൊന്ന് വായിക്കാം. ഫിക്സഡ് അസറ്റിന്റെ കാറ്റഗറിയിൽ 4 കാര്യങ്ങൾ: ടാഞ്ചിബിൾ അസറ്റ്സ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ് ആൻഡ് ഫിക്റ്റീഷ്യസ് അസറ്റ്. എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ, മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ, അത് മതി. പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് സംഭവിച്ചിട്ടുള്ള എക്സ്പെൻഡിച്ചറുകളെയാണ് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. മിസ്ലേനിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ എക്സ്പെൻസുകൾ, അത് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്യാത്ത എക്സ്പെൻഡിച്ചറുകളെ നമ്മൾ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ക്ലിയർ ആണോ? രണ്ടും എഴുതി വെച്ചോളൂ കേട്ടോ. നോട്ട്സ് ഞാൻ അയച്ചു തരാം. നിങ്ങൾ ഈ നോട്ട്സ് ഒന്നും എഴുതണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ക്ലിയർ ആണോ? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. ഇപ്പൊ ബിസിനസ്സിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല, പക്ഷെ യഥാർത്ഥത്തിൽ ഇതിന്റെ എക്സ്പെൻഡിച്ചർ സംഭവിച്ചു പോയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന ഒരു അസറ്റ്. പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റ് ഒന്നുമല്ല. നീ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് ബിസിനസിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ ചെലവാക്കിയിരിക്കുന്ന എക്സ്പെൻഡിച്ചറുകളെയാണ് പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നീ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് നീ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയ സമയത്ത് ഈ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ് നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നീ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിനു വേണ്ടി നിനക്ക് 1 ലക്ഷം രൂപ ചെലവായി. ഈ 1 ലക്ഷം രൂപ നീ എന്ത് ചെയ്യാണ്? നിന്റെ ബിസിനസ് നിനക്ക് തിരിച്ചു തരണം. നീ ബിസിനസിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ള പൈസയാണ്. അപ്പൊ നീ എന്ത് ചെയ്യാണ്? പ്രിലിമിനറി എക്സ്പെൻഡിച്ചർ എന്നുള്ള പേരിൽ നിന്റെ ഈ പ്രൊജക്ട് റിപ്പോർട്ടിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ള 1 ലക്ഷം രൂപ അവിടെ എഴുതി ചേർത്ത്. ഇത് അസറ്റ് ആയിട്ടാണ് നീ കൺസിഡർ ചെയ്യുന്നത്. മറ്റൊരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു അസറ്റ് അല്ല. പുറത്തുനിന്നൊരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസറ്റ് അല്ല. ബിസിനസിന് എന്ത് ചെയ്യണം? ബിസിനസ് ഈ ഫണ്ട് തിരിച്ചു കൊടുക്കണം. അത് വർഷാവർഷങ്ങളിലെ പ്രിലിമിനറി എക്സ്പെൻഡിച്ചറിനെ ഡിപ്രിസിയേഷൻ പോലെ എഴുതി തള്ളും. ഇത്തരത്തിലുള്ള അസറ്റുകളെയാണ്
എന്തെന്ന് പറയുന്നത് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താണ് സംഭവിച്ച എക്സ്പെൻഡിച്ചർ ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. അപ്പൊ ഒന്ന് വായിക്കാം, ഒന്ന് വായിക്കാം. ഒന്ന് വായിക്കാം. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ കറണ്ട് അസറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 12 മാസത്തിൽ, അതായത് 1 ഇയറിനകത്ത് എൻകാഷ് ചെയ്യാൻ പറ്റുക, അതായത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. കറണ്ട് അസറ്റിന് ഞാൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞിട്ടില്ല. സൺട്രി ഡെപ്റ്റേഴ്സ്, നമുക്ക് പൈസ തരാനുള്ള ആളുകളെ നമ്മൾ എന്തെന്ന് പറയും സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഇവരെന്താണ് കറണ്ട് അസറ്റ് ആണ്. അടുത്ത കാറ്റഗറി ക്യാഷ്. ക്യാഷ് നമുക്ക് ഏത് ഫോമിലേക്ക് വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. അസറ്റ് പർച്ചേസ് ചെയ്യാം, ബാങ്കിൽ കൊണ്ടുപോയി ഇടാം, അല്ലെങ്കിൽ ഫർണിച്ചർ മേടിക്കാം, എക്സ്പെൻസ് ആക്കാം, ഏത് രൂപത്തിലേക്ക് വേണമെങ്കിൽ മാറ്റാം. ക്യാഷ് എന്താണ് ഒരു കറണ്ട് അസറ്റ് ആണ്. ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് എന്താണ് ഒരു കറണ്ട് അസറ്റ് ആണ്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാം. സ്റ്റോക്ക്, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിസിനസ്സിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ ഓർ ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽ ഓർ ഫിനിഷ്ഡ് ഗുഡ്സ്, ഇതിനെ നമ്മൾ എന്തെന്ന് പറയും സ്റ്റോക്ക് അഥവാ ഇൻവെന്ററി എന്ന് പറയും. നമുക്കിതിനെ ഈ വർഷം തന്നെ സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഫൈനൽ പ്രോഡക്റ്റിലേക്ക് കൊണ്ടുപോകാം. അത്തരത്തിലുള്ള അസറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്ത ഇപ്പൊ തന്നെ ചോദിക്കും. ക്ലിയർ ആണോ? ഓക്കെ ആണോടോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലെ? ആർക്കെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണ്. അടുത്തത് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത എന്ന, അല്ലെങ്കിൽ പ്രസന്റ് ഒബ്ലിഗേഷൻ എന്നൊക്കെ പറയും. പ്രസന്റ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് വാങ്ങിക്കുകയോ അഥവാ ബിസിനസ് വാങ്ങിക്കുകയോ ചെയ്യാന്ന് പറയാം, കടമായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ കടത്തിന് ഗുഡ്സോ മറ്റ് അസറ്റോ പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുള്ള ബാധ്യതകളെ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതായത് പ്രസന്റ് ഒബ്ലിഗേഷൻ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പ്രസന്റ് ഒബ്ലിഗേഷൻ. ഇത് വരാനുള്ള സാഹചര്യം ബിസിനസ് ആരുടെ കയ്യിൽ നിന്ന്, ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഗുഡ്സ് കടത്തിന് വാങ്ങിക്കുകയോ ഫണ്ട് കടമെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ കൊടുക്കാനുള്ള എമൗണ്ടിനെ പറയുന്ന പേരാണ് ലയബിലിറ്റീസ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഈ ലയബിലിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് കറണ്ട് ലയബിലിറ്റിയും അതുപോലെ ലോങ് ടേം ലയബിലിറ്റി ഓർ ഫിക്സഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കറണ്ട് ലയബിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 മാസത്തിനുള്ളിൽ കൊടുക്കാനുള്ള ലയബിലിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? വിത്തിൻ 1 ഇയറിനകത്ത് എന്ത് ചെയ്യണം? ഈ ലയബിലിറ്റി കൊടുത്തു തീർത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ സൺട്രി ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളുകളെയാണ് നമ്മൾ സൺട്രി ക്രെഡിറ്റേഴ്സ് അഥവാ റിസീവബിൾസ് എന്ന് പറയാം. സോറി, പേയബിൾസ് എന്ന് പറയാം. പേയബിൾസ് അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. ഇങ്ങനെ ഫണ്ട് കൊടുക്കാനുള്ള ആളുകൾക്ക് വിത്തിൻ 1 ഇയറിനകത്ത് ഈ പറയുന്ന പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്ന കാറ്റഗറിയാണ് പറയുന്നത്. അപ്പൊ ഒരു വർഷത്തിനകത്ത് കൊടുക്കാനുള്ള ലയബിലിറ്റീസിനെ നമ്മൾ എന്തെന്ന് പറയും കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആൻഡ് ലാസ്റ്റ് വൺ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഒരു കാര്യം കൂടി ഇതിന്റെ കറണ്ട് ലയബിലിറ്റിന്റെ കാറ്റഗറിയിൽ വരും, അഡ്വാൻസ് ഇൻകം. അഡ്വാൻസ് ഇൻകം. ഈ 5 കാര്യങ്ങൾ ഏതിൽ വരും? കറണ്ട് ലയബിലിറ്റീസ്. വിത്തിൻ 1 ഇയറിനകത്ത് സർവീസോ അല്ലെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ടോ തിരിച്ചു കൊടുത്തിരിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടോ? കറണ്ട് ലയബിലിറ്റീസ് ഓക്കെ ആണോ? ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എടാ വാദം പറയടാ, എല്ലാവർക്കും ഓക്കെ ആണോടാ? കറണ്ട് ലയബിലിറ്റീസ് എന്താ? ഒന്നും കൂടി പറയണം. ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി എന്നാൽ
വിത്തിൻ 1 ഇയറിനകത്ത്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധ്യതകളാണ്, കൊടുക്കാനുള്ള ബാധ്യതകളെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. വിത്തിൻ 1 ഇയർ. ഇപ്പൊ ഇതിനകത്ത് നോട്ട് ചെയ്തിരിക്കുന്നത്, ഞാൻ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു കടമായിട്ട് വാങ്ങിക്കുകയോ കടത്തിന് ഗുഡ്സോ അസറ്റോ പർച്ചേസ് ചെയ്തതിന്റെ മുകളിലോ വന്നിട്ടുള്ള ബാധ്യതകളെ നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു. ഈ ലയബിലിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. കറണ്ട് ലയബിലിറ്റീസ് എന്നും ലോങ് ടേം ലയബിലിറ്റി ഓർ ഫിക്സഡ് ലയബിലിറ്റി എന്നും. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയറിനകത്ത് കൊടുക്കാനുള്ള ബാധ്യതകളെ, ഒരു വർഷത്തിനകത്ത് കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളെ നമ്മൾ എന്തെന്ന് പറയും? കറണ്ട് ലയബിലിറ്റി എന്ന് പറയും. കറണ്ട് ലയബിലിറ്റി പറയും. ഈ കറണ്ട് ലയബിലിറ്റീസിന്റെ കാറ്റഗറിയിൽ വരുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ്. രണ്ടാമത്തെ കാര്യം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് പറഞ്ഞു ഞാൻ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ ആൻഡ് ഫൈനൽ വൺ അഡ്വാൻസ് ഇൻകം. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ഫിക്സഡ് ഓർ ലോങ് ടേം ലയബിലിറ്റീസ്. ഫിക്സഡ് ഓർ ലോങ് ടേം ലയബിലിറ്റി പറഞ്ഞാൽ ഒരു വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ 1-2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒബ്ലിഗേഷനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അത്തരത്തിലുള്ള ഒബ്ലിഗേഷനുകളെ, അത്തരത്തിലുള്ള ലയബിലിറ്റീസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം 1-2 വർഷത്തിനുള്ളിൽ കൊടുത്താൽ മതി എന്ന് പറയുന്ന ലയബിലിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലോങ് ടേം ലയബിലിറ്റി. അപ്പൊ ലോങ് ടേം ലയബിലിറ്റി എങ്ങനെയൊക്കെയും വരിക? സാധാരണ രീതിയിൽ വരിക ബാങ്ക് ലോൺസ് നമ്മൾ 1 വർഷത്തേക്കാണോ എടുക്കുക? 3-4 വർഷത്തേക്ക് എടുക്കാം. അപ്പൊ ലോങ് ടേം ബാങ്ക് ലോൺസ് എന്താണ്? ഒരു ലയബിലിറ്റി ആണ്. അതൊരു ലോങ് ടേം ലയബിലിറ്റി ആണ്. അടുത്തത് പേഴ്സണൽ ലോൺസ്. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ എമൗണ്ട് എന്താണ്? ഒരു ലയബിലിറ്റി ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോടോ? ക്ലിയർ ആണോ? എടാ ക്ലിയർ ആണോടാ? ഓക്കെ. അടുത്തത് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പറയുന്ന എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന്. അപ്പൊ ഓണർ എന്താണ് ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ആ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ എമൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയും? ക്യാപിറ്റൽ എന്ന് പറയും. ഗുഡ്സ് ആയിട്ട് അയാൾക്ക് കൊണ്ടുവരാം, അസറ്റ് ആയിട്ട് കൊണ്ടുവരാം, ക്യാഷ് ആയിട്ട് കൊണ്ടുവരാം. എന്ത് എമൗണ്ടോ ഗുഡ്സോ അസറ്റോ ആണ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഗുഡ്സ്, ക്യാഷ്, അസറ്റ്സ്, ഇതിന്റെ ടോട്ടൽ സമ്മിനെ നമ്മൾ എന്ത് പറയും? ക്യാപിറ്റൽ എന്ന് പറയും. ആര് കൊണ്ടുവരണം? ഓണർ കൊണ്ടുവരണം. ഓണർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണ് സർ. അപ്പൊ ഒന്ന് വായിച്ചോളൂ. ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ മണി ഓർ മണി വർത്ത്. മണി വർത്ത് എന്ന് പറയുന്നത് ഗുഡ്സ് ഓർ മെഷീനറി ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ഓർ ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ ടു ബിസിനസ്. അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓണർ ഇൻ ടു ബിസിനസ് മാത്രമാണ് എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണർ ഇൻ ടു ബിസിനസ് ആണ് കേട്ടോ. ശ്രദ്ധിക്കാം. അടുത്ത ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ ബിസിനസ്സിൽ നിന്ന് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത്തരം എമൗണ്ടുകളെ നമ്മൾ എന്തെന്ന് പറയും? ഡ്രോയിങ്സ് എന്ന് പറയും. ഓണർ ബിസിനസ്സിൽ നിന്ന് ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എന്താവശ്യത്തിന് വേണ്ടിയിട്ട്? ഓണറുടെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഫണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അത്തരം എമൗണ്ടുകളെ നമ്മൾ എന്തെന്ന് പറയും? ഡ്രോയിങ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്തും. ഈ ഡ്രോയിങ്സ് എന്നും ക്യാപിറ്റൽ എന്നും പറയാനുള്ള കാരണം എന്താണ്? അടുത്തൊരു ചോദ്യമാണ് എന്റെ. ഡ്രോയിങ്സ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഡ്രോയിങ്സ് എന്നും ക്യാപിറ്റൽ എന്നും പറയാൻ കാരണം എന്താണ്? ഓണർ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് ക്യാപിറ്റൽ എന്നും വിഡ്രോ ചെയ്യുന്നതിന് ഡ്രോയിങ്സ് എന്നും പറയാൻ കാരണം എന്താണ്? പറയടോ. ഹലോ. അങ്ങനെയല്ലടോ. എടാ നീ ഇപ്പൊ നിന്റെ സ്വന്തം, നീ ഒരു സോൾ പ്രൊപ്പറേറ്ററാ, നീ ഒരു ഒറ്റ ഓണറാ ബിസിനസ്സിന്. നീ ബിസിനസ്സിലേക്ക് ഫണ്ട് കൊണ്ടുവന്നത് എന്തിനാണ്? ഓണർ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. നിന്റെ പേരിലും കാണിച്ചാൽ പോരെ. അതിന് കാരണം എന്താ?
കമ്പനി വേറെയാണ്. ഓണറും കമ്പനിയും സെപ്പറേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് സെപ്പറേറ്റഡ് ആയിട്ട് മാറുന്നത്? എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ബിസിനസ്സിലേക്ക് ഓണർ എന്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും എമൗണ്ട് ഓണർ ആർക്ക് തിരിച്ചു കൊടുക്കണം? ബിസിനസ് ഓണർക്ക് തിരിച്ചു കൊടുക്കണം. ഓണർ ബിസിനസ്സിലേക്ക് എത്ര എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ അത്രയും എമൗണ്ട് ഓണർക്ക് ബിസിനസ് തിരിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ഓണറും ബിസിനസ്സും സെപ്പറേറ്റഡ് ആണ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്, അത് ഓണർ കൊണ്ടുവരുന്ന ഫണ്ടിനെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നും ഓണർ വിഡ്രോ ചെയ്യുന്ന അക്കൗണ്ടിനെ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് കാണിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് റവന്യൂ. എന്താണ് റവന്യൂ എന്നുള്ളത്? റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ഇൻകത്തെ, പ്രോഫിറ്റിനെ അല്ല കേട്ടോ. ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകത്തെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റവന്യൂ. കമ്മീഷൻ ഇറ്റ്സ് എ റവന്യൂ. റവന്യൂ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് വരുന്ന ഇൻകം, പ്രോഫിറ്റ് അല്ല, ഇൻകം. എത്ര ഫണ്ടാണ് ബിസിനസ്സിലേക്ക് വരുന്നത് അതിനെ നമ്മൾ റവന്യൂ എന്ന് പറയും. എത്ര ബിസിനസ് ആണോ ബിസിനസ് പുറത്തേക്ക് പോകുന്നത് അതിന് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ ഇതിന് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. സെയിൽസും പ്രോഫിറ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളത്. സെയിൽസ് ഈസ് എൻ ഇൻകം. സെയിൽസ് ഈസ് എൻ ഇൻകം. സെയിൽസ് ഈസ് എൻ ഇൻകം. ഇൻകം ആണ് അഥവാ റവന്യൂ ആണ്. ബിസിനസ്സിലേക്ക് വരുന്ന ഫണ്ടാണ്, എന്തല്ല, പ്രോഫിറ്റ് അല്ല. ക്ലിയർ ആണോ? ബിസിനസ്സിലേക്ക് വരുന്ന ടോട്ടൽ ഇൻകത്തെ ആണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ? അപ്പൊ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് റവന്യൂ റെപ്രസെന്റ് ദ എമൗണ്ട് ദ ബിസിനസ് ഏൺസ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിംഗ് സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഗുഡ്സ് സെല്ലുകയോ ചെയ്യുന്ന സമയത്ത് അവർക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റവന്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അല്ലാതെ പ്രോഫിറ്റ് അല്ല കേട്ടോ മക്കളെ, പ്രോഫിറ്റ് അല്ല, അങ്ങനെ ചിന്തിക്കരുതേ. ക്ലിയർ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ. അടുത്തത് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ആണ്. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ദ ടേം എക്സ്പെൻസ് ഡിനോട്ട് ദ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂസ്. റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ ആരെടുത്ത് മേടിക്കുകയാണ്? പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ചെലവാക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പൊ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ഇറ്റ്സ് എ കോസ്റ്റ് ആണ്, കോസ്റ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ്. എന്താ പർച്ചേസ് ചെയ്യുന്നത്? ഗുഡ്സ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. ഈ ഗുഡ്സ് എന്തിനാ പർച്ചേസ് ചെയ്യുന്നത്? സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള എക്സ്പെൻസുകളെ, റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സിനെ പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പർച്ചേസ് ചെയ്യുന്നു. ഈ എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അല്ല, ഈ കോസ്റ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെലവാക്കുന്ന കോസ്റ്റിന്റെ ടോട്ടലിനെ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടടാ, പറടാ. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? അടുത്തത് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ലോങ് ടേം നാച്ചർ ആണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓർ റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആണ്. ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 വർഷമോ 2 വർഷത്തേക്കോ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫണ്ട് ചെലവ്. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് വാങ്ങിക്കുന്ന അസറ്റുകളുടെ വാല്യൂ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലയബിലിറ്റീസ് കൊടുത്തു തീർക്കുകയോ അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് പുറത്തേക്ക് വന്നത്, അതിന് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. എക്സ്പെൻസ് അല്ല കേട്ടോ, എക്സ്പെൻഡിച്ചർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? എടാ മനസ്സിലായിട്ടുണ്ടോടാ? ക്ലിയർ ആയില്ല? ഒന്നുകൂടി പറയണോ? എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സമയത്ത്
നമ്മൾ ലോങ് ടേം അഥവാ ഫ്യൂച്ചർ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ 1-2 വർഷം കഴിഞ്ഞ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അസറ്റിനെ പർച്ചേസ് ചെയ്യാണ്. ഇതിനു വേണ്ടി ചെലവാക്കുന്ന കോസ്റ്റ്, അതിന് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതായത് നമ്മൾ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെൻഡിച്ചർ ചെലവാക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് ചെലവാക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ക്ലിയർ? ഓക്കെ ആണോ മക്കളെ? അല്ല അല്ല അല്ല, എക്സ്പെൻസ് എന്ന് പറയണമെങ്കിൽ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ എന്ന് പറയണമെങ്കിൽ ഫ്യൂച്ചർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ, ലോങ് ടേം നാച്ചുറലുള്ള അസറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇത് ടേം മാറും കേട്ടോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എക്സ്പെൻസ് എക്സ്പെൻഡിച്ചർ ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടോ? മെഷീനറി പർച്ചേസർ, പ്ലാന്റ് പർച്ചേസർ, ലാൻഡ് പർച്ചേസർ, ഇതൊക്കെ ആ കാറ്റഗറി പെടും. ക്ലിയർ ആണോ? എക്സ്പെൻസിന് സാലറി പെയ്ഡ് ടു വർക്കേഴ്സ്, പർച്ചേസ്ഡ് ഗുഡ്സ്, വേജസ് പെയ്ഡ് ആൻഡ് റെന്റ് പെയ്ഡ്, ഇതൊക്കെ എന്താണ്? ഈ വർഷം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻഡിച്ചറുകളാണ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടോ? എല്ലാവർക്കും ഓക്കെ? ഓക്കെ ആണോ? എടാ ഓക്കെ ആണോടാ? പറയടാ. എക്സ്പെൻഡിച്ചറുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം അസറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻഡിച്ചറുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകൾ എന്ന് പറയുന്നത്. ലോങ് ടേം അസറ്റുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ? ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി, ഇൻവെസ്റ്റ്മെന്റ്സ്, ഇതിനു വേണ്ടി ചെലവാക്കുന്ന എക്സ്പെൻഡിച്ചറുകളെ നമ്മൾ എന്തെന്ന് പറയും? ലോങ് ടേം എക്സ്പെൻഡിച്ചർ അഥവാ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ഓക്കെ. റവന്യൂ എക്സ്പെൻഡിച്ചർ പറഞ്ഞാൽ നമ്മൾ സാധാരണ എക്സ്പെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തിൻ 1 ഇയറിനകത്ത് എക്സ്പയർ ആയി പോകുന്നു, 1 വർഷത്തിനുള്ളിൽ എക്സ്പയർ ആയി പോകുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടേം അസറ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെലവാക്കുന്ന ടോട്ടൽ എമൗണ്ടുകൾ നമ്മൾ എന്തെന്ന് പറയും? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, നീ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 ലക്ഷം രൂപ ചെലവാക്കി. ഇറ്റ്സ് എ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇതിന്റെ ഉദ്ദേശം എന്താണ്? 4-5 വർഷം കൊണ്ട് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാന്നാണ്. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ നിനക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. വിത്തിൻ 1 ഇയറിനകത്ത് നിനക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് നിനക്ക് ഇൻകം ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ എക്സ്പെൻഡിച്ചർ 1 വർഷം കൊണ്ട് ചെലവായി തീരും. ഒരൊറ്റ വർഷം കൊണ്ട് ഈ എക്സ്പെൻഡിച്ചറിന്റെ കാലാവധി തീരും. ലോങ് ടേം അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 3-4 വർഷത്തേക്ക് ഈ അസറ്റ് ബിസിനസ്സിൽ തന്നെ ഉണ്ടാവും. അത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചറുകളെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ വിത്തിൻ 1 ഇയറിനകത്ത് തീർന്നു പോകുന്ന എക്സ്പെൻഡിച്ചറുകളെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എടാ മനസ്സിലായിട്ടുണ്ടോടാ മക്കളെ? എടാ മനസ്സിലായിട്ടുണ്ടോടാ? ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടോ? ആർക്കെങ്കിലും മനസ്സിലാവാത്തായിട്ടുണ്ടോ? ഇല്ലല്ലോ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ അല്ലെ? ഒന്നും കൂടി ഏതിനാ പറയേണ്ടത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ പറയേണ്ടത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സ്പെൻസും സെയിം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയറിനകത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാക്കുന്നത്. അത് രണ്ടും സെയിം ആണ്. പക്ഷെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സമയത്ത് ടേം മാറി. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ 1, 2, 3 വർഷം കൊണ്ട് മാത്രമേ ഈ അസറ്റ് ഇല്ലാതായി പോകുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീനറി വാങ്ങിച്ചു. മെഷീനറിയുടെ ഉദ്ദേശം എന്താണ്? ഫ്യൂച്ചർ പ്രോഫിറ്റ് ആണ്. ഈ വർഷവും പ്രൊഡക്ഷൻ നടത്തണം, അടുത്ത വർഷവും പ്രൊഡക്ഷൻ നടത്തണം, അതിന്റെ അടുത്ത വർഷവും പ്രൊഡക്ഷൻ നടത്തണം. ഇതിന് ഡിപ്രിസിയേഷൻ ആണ് ചാർജ് ചെയ്യുക. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊടുക്കുക. പെയ്ഡ് സാലറി കൊടുത്തു, ഈ വർഷത്തോടു കൂടി സാലറി കഴിഞ്ഞു. പെയ്ഡ് വേജസ്, ഈ വർഷം കൊണ്ട് വേജസ് കഴിഞ്ഞു. പർച്ചേസ്ഡ് ഗുഡ്സ്, ഈ വർഷം തന്നെ ഈ ഗുഡ്സ് വിറ്റിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണം. ഇതായിരിക്കും നമ്മുടെ ഇന്റൻഷൻ. മറ്റെന്തായിരിക്കും? ഈ വർഷം നമ്മളൊരു ലോങ് ടേം അസറ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണെന്ന് പറയാൻ കാരണം, ഈ വർഷം നമുക്ക് 1 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അടുത്ത കൊല്ലം നമുക്ക് 1 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം, അതിന്റെ അടുത്ത വർഷം നമുക്ക് 1 ലക്ഷം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഈ എല്ലാ വർഷവും നമുക്ക് 1 ലക്ഷം യൂണിറ്റ് വെച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് വിൽക്കാൻ പറ്റണം. ഇതാണ് നമ്മുടെ ഇന്റൻഷൻ. അപ്പൊ ഇന്റൻഷൻ ടു സെയിലും
ഇന്റൻഷൻ ടു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇന്റൻഷൻ ടു ലോങ് ടേം പ്രോഫിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് വരും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലാവാത്തവരുണ്ടോ? എടാ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയടാ മക്കളെ. എടാ ക്ലിയർ ആയിട്ടുണ്ടോ? സത്യമായിട്ടും ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ. അടുത്ത ലോസ്. എന്താണ് ലോസ്? ലോസ് എന്ന് പറയണെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന ഇപ്പോ ഇറ്റ് ഈസ് എ ഗ്രോസ് ഡിക്രീസ് ഇൻ ദ അസറ്റ് ഓർ ഗ്രോസ് ഇൻക്രീസ് ഇൻ ദ ലയബിലിറ്റീസ്. ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഇതിപ്പോ നിങ്ങളുടെ ടേമിൽ അക്കൗണ്ടിങ് ടേമിൽ പറഞ്ഞിട്ടുള്ളതാണ്. റവന്യൂവിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലോസ് എന്ന് പറയും. റവന്യൂവിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ലോസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, സെയിൽസ് 10 ലക്ഷം, ടോട്ടൽ എക്സ്പെൻസുകൾ 12 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ ലോസ്. ക്ലിയർ ആണോ? സെയിൽസ് 10 ലക്ഷം രൂപ, അത് നമ്മുടെ റവന്യൂ ആണ്. എക്സ്പെൻസ് 12 ലക്ഷം രൂപ, സാലറി കൊടുത്തത് മറ്റൊക്കെ ആയിട്ട് 12 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ കൂടുതലാണ്. ഈ 2 ലക്ഷം രൂപ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ 2 ലക്ഷമാണ് ലോസ്. ക്ലിയർ ആണോ? അപ്പൊ റവന്യൂവിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ലോസ് എന്ന് പറയും. അല്ലെങ്കിൽ അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയും ലയബിലിറ്റീസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ ടേമിനെ നമ്മൾ എന്തെന്ന് പറയും? ലോസ് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്തത് ഇൻകം. ഇൻകം എന്ന് പറയണമെങ്കിൽ എന്താണ്? നെറ്റ് വർത്ത് ഓഫ് എൻ ഓർഗനൈസേഷൻ എയ്തർ ഫ്രം ബിസിനസ് ആക്ടിവിറ്റി ഓർ അതർ ആക്ടിവിറ്റി. ഇവിടെ ഇൻകം ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത എന്തൊക്കെയാണ്? ഒരു ഇൻകം എന്ന് പറയുമ്പോൾ റവന്യൂ ആണ്. റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ള കാരണം സെയിൽസ് ആണ്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലായിരിക്കാൻ വരിക. കമ്മീഷൻ റിസീവ്ഡ് അല്ലെങ്കിൽ റെന്റ് റിസീവ്ഡ്. ഇൻകം എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫോമിലാണ് വരിക. ഇപ്പൊ ഒരു ഫേമിലേക്ക് ഇൻകം വരുന്നത്, ഫോർ എക്സാമ്പിൾ, സാധാരണ രീതിയിൽ സെയിൽസ് ഒരു ഇൻകം ആണ്, കമ്മീഷൻ റിസീവ്ഡ് ഒരു ഇൻകം ആണ്, റെന്റ് ഒരു ഇൻകം ആണ്, ഇൻട്രസ്റ്റ് ഒരു ഇൻകം ആണ്, ഡിവിഡൻഡ് ഒരു ഇൻകം ആണ്. ഇനി അതർ ഇൻകംസ് വേറെ കുറെ ഉണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ ബിസിനസ്സിലേക്ക് വരുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻകം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ മക്കളെ? ക്ലിയർ ആണോ? ഓക്കെ ആണോടാ? ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻകം എക്സ്പെൻസിനെ കവർ ചെയ്യണം, അല്ലെങ്കിൽ റവന്യൂ എക്സ്പെൻസിനെ കവർ ചെയ്യുകയാണെങ്കിൽ ആ കവർ ചെയ്യുന്ന എക്സസ് എമൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയും? പ്രോഫിറ്റ് എന്ന് പറയും. ഈ പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ്? ഓണർക്ക് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ റവന്യൂ അഥവാ സെയിൽസ് കൂടുതൽ, ഇപ്പൊ സെയിൽസ് ഒരു 15 ലക്ഷം രൂപയും എക്സ്പെൻസ് ഒരു 13 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ പ്രോഫിറ്റ്. സെയിൽസിനേക്കാളും കുറവാണ് എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയും. അഥവാ റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ ഇൻ എൻ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് ഇയറിൽ സംഭവിക്കണം, ഏതെങ്കിലും വർഷം അല്ല കേട്ടോ, ഒരു അക്കൗണ്ടിങ് ഇയറിൽ സംഭവിക്കണം. അതായത് 1 ഏപ്രിൽ മുതൽ 31 വരെയുള്ള പീരീഡിനകത്ത് സംഭവിച്ചിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അടുത്തത് ഗുഡ്സ്. വാട്ട് ഡു യു മീൻ ബൈ ഗുഡ്സ്? ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സും അസറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫിക്സഡ് അസറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുഡ്സ് എന്ന് പറയണമെങ്കിൽ വിത്തിൻ 1 ഇയറിനകത്ത് ഇതിനെ സെല്ല് ചെയ്യുക, ഇത് മാത്രമാണ് നമ്മുടെ ഇന്റൻഷൻ. വിത്തിൻ 1 ഇയറിനകത്ത് സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക. അപ്പൊ ഒരു വർഷത്തിനുള്ളിൽ വിൽക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിനെ സെയിൽ ചെയ്യാനോ പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനോ, ഇപ്പൊ ഒരു ട്രേഡർ ആണെങ്കിൽ, ഞാനൊരു കച്ചവടക്കാരനാണെങ്കിൽ എന്റെ ഇന്റൻഷൻ എന്തായിരിക്കും? ഇതിനെ സെല്ല് ചെയ്യാന്നായിരിക്കും. ഞാനൊരു പ്രൊഡ്യൂസർ ആണ്, ഒരു മാനുഫാക്ചറർ ആണെങ്കിൽ എന്റെ ഇന്റൻഷൻ എന്തായിരിക്കും? ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കി മാറ്റുക എന്നായിരിക്കും? ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുക എന്നുള്ളതായിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഇന്റൻഷൻ എന്താണ്, എന്റെ ബിസിനസ് ആക്ടിവിറ്റി എന്താണ്, അതിനനുസരിച്ചിരിക്കും എന്റെ ഗുഡ്സ് എന്താന്നുള്ളത്. അപ്പൊ ഗുഡ്സ് പറഞ്ഞ കമ്മോഡിറ്റി ഓർ പ്രൊഡക്റ്റ് ഓർ ആർട്ടിക്കിൾ ഓർ തിങ്സ് ഇൻ വിച്ച് എ ട്രേഡർ ഡീൽസ്. ഇൻ അതർ വേർഡ്സ് they refers the commodities are purchased means for resale എന്നാണ്. റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവിടെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ഏതാണോ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഗുഡ്സ് എന്നുള്ള കാറ്റഗറി. എന്താണോ പർച്ചേസ് ചെയ്യുന്നത് അത്തരം ഐറ്റത്തിനെ നമ്മൾ ഗുഡ്സ് എന്ന് പറയും. റീസെയിൽ ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ശ്രദ്ധിക്കുക, റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മോഡിറ്റീസ് ഓർ ഐറ്റം ഓർ എനി ആർട്ടിക്കിൾ ഓർ തിങ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ എന്തെന്ന് പറയും? ഗുഡ്സ് എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവാത്തവരുണ്ടോ? എടാ ഓക്കെ ആണോടാ? ഓക്കെ ആണോ? ഹലോ. അടുത്തത് പർച്ചേസ്. എന്താണ് പർച്ചേസ്?
പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർച്ചേസ് എന്നുള്ള മീനിങ്ങിലേക്ക് വരണമെങ്കിൽ ഗുഡ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസിനെ അല്ലെങ്കിൽ കമ്മോഡിറ്റീസിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ നമ്മൾ എന്തെന്ന് പറയും? പർച്ചേസ് എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുക. പർച്ചേസ് മീൻസ് ഇറ്റ് ഈസ് എ റീസെയിലബിൾ. റീസെയിലബിൾ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്യാൻ, സെയിൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർച്ചേസ് എന്ന് പറയുന്നത്. പർച്ചേസ് എന്നല്ല, ഗുഡ്സ് എന്നല്ല അവിടെ പറയാം. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ വിൽക്കാൻ ബാക്കിയുള്ള ഐറ്റത്തിനെ നമ്മൾ ഇൻവെന്ററി, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും. വിൽക്കാനുള്ള ബാക്കിയുള്ള ഐറ്റത്തിനെ നമ്മൾ ഇൻവെന്ററീസ് പറയും. ഗുഡ്സ് എന്നുള്ള ടേമും പർച്ചേസ് എന്നുള്ള ടേമും ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആണെങ്കിൽ അതിനെ പർച്ചേസ് അക്കൗണ്ടിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റീസെയിൽ ചെയ്യാനുള്ളതാണ് അതിന്റെ അർത്ഥം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? എടാ മനസ്സിലായിട്ടുണ്ടോ? എടാ മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടി പറയാവോ? ഒന്നും കൂടി പറയാം. എടാ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്തിനാ? എടാ ഗുഡ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പർച്ചേസ് എന്ന് പറയുന്ന നോമിനൽ അക്കൗണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ ഈ ഗുഡ്സിനെ പെടുത്തുക. കാരണം ഇതിനെ റീസെയിൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇന്റൻഷൻ. റീസെയിൽ ചെയ്യാന്നുള്ളതാണ് ഇന്റൻഷൻ. ഇതിനെ നമ്മൾ നേരെ എങ്ങോട്ടേക്ക് കൊടുക്കില്ല? ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് കൊടുക്കില്ല. നമ്മൾ അതിനെ പർച്ചേസ് ചെയ്ത് പർച്ചേസ് അക്കൗണ്ട് വെച്ചിട്ടുള്ള സംഭവത്തിനെ നമ്മൾ നേരെ സെയിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സെയിൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സെയിൽസിൽ എന്ത് ചെയ്യും? പ്രോഫിറ്റും കൂടി കൂട്ടിയിട്ട് അത് വിൽക്കും. ഇങ്ങനെ വിറ്റിട്ട് ബാക്കിയുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഗുഡ്സ് എന്ന് പറയുന്നത് പർച്ചേസ് എന്ന് പറഞ്ഞാൽ സെയിം ആണ്. പർച്ചേസ്, ഈ ഗുഡ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തും. ക്ലിയർ ആണോ? ഗുഡ്സ് എന്ന് പറയുന്നത് കമ്മോഡിറ്റി ആണ്, അല്ലെങ്കിൽ സെയിൽസ് ആണ്, അല്ല പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ്. ഈ ആർട്ടിക്കിളിനെ പർച്ചേസ് ചെയ്യുന്നതിന് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാ? റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇത് ക്യാഷിനോ ക്രെഡിറ്റിനോ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. ക്യാഷിനോ ക്രെഡിറ്റിനോ വേണമെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്നത് ക്യാഷോ ക്രെഡിറ്റോ ആവാം. അതായത് ഒരു ഗുഡ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മുഹമ്മദ് ഫാസിം, നമ്മളെ കയ്യിൽ നിന്ന്, ഞാൻ മുഹമ്മദ് ഫാസിമിന്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യാം. ക്യാഷിനാണ് പർച്ചേസ് ചെയ്യുന്നത്. പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ്. എന്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ഞാൻ ഗുഡ്സ് പർച്ചേസ് ചെയ്ത് വെച്ചു. പർച്ചേസ് അക്കൗണ്ടിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഇത് പ്രോഫിറ്റ് കൂട്ടിയിട്ട് വിൽക്കും. പ്രോഫിറ്റ് കൂട്ടിയിട്ട് വിൽക്കുന്ന സമയത്ത് എന്താ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു സെയിൽസ്. ക്യാഷ് അക്കൗണ്ട് അപ്പ് ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി ഇട്ട് ഞാൻ എന്ത് ചെയ്യും? അവിടെ വെക്കും. അപ്പൊ ഈ രണ്ട് എൻട്രീസും തമ്മിലുള്ള ഡിഫറൻസ്. പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിക്കുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്പെൻസ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അത് എന്ത് നേച്ചർ എക്സ്പെൻഡിച്ചർ ആണ്? റവന്യൂ നേച്ചർ എക്സ്പെൻഡിച്ചർ ആണ്. ഈ വർഷം തന്നെ വിൽക്കുക എന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇത്തരത്തിലുള്ള എക്സ്പെൻസുകളെ നമ്മൾ പർച്ചേസ് അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് കാറ്റഗറിയിലാണ് പെടുത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം തന്നെ സെയിൽ ചെയ്യണം. അപ്പൊ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്? പർച്ചേസ് അക്കൗണ്ട് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇത് ക്യാഷിനോ ക്രെഡിറ്റിനോ മേടിക്കാം, കടത്തിന് വേണമെങ്കിലും മേടിക്കാം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് സെയിൽസ് ആണ്. എന്താണ് സെയിൽസ് എന്ന് പറഞ്ഞാൽ? സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സിനെ പ്രോഫിറ്റ് കൂട്ടിയിട്ട് വിൽക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെയിൽസ് എന്ന് പറയുന്നത്. പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റത്തെ പ്രോഫിറ്റ് കൂട്ടിയിട്ട് വിൽക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെയിൽസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെഫേഴ്സ് ടു പ്രൊഡ്യൂസ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ റെസിപ്റ്റ് ഫോർ സർവീസ് ഓർ റെൻഡേർഡ് ബൈ ദ ബിസിനസ്. സർവീസ് റെൻഡർ ചെയ്യാനോ അല്ലെങ്കിൽ വിൽക്കാനോ, രണ്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഗുഡ്സിനെ നമുക്ക് യൂസ് ചെയ്യാം. അത്തരത്തിലുള്ള ഐറ്റത്തിനെയാണ്, അത്തരത്തിലുള്ള കാര്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെയിൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക്. എന്താണ് സ്റ്റോക്ക്? സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിൽക്കാൻ ബാക്കിയുള്ള അല്ലെങ്കിൽ ഇനി വിൽക്കാനുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? സ്റ്റോക്ക് എന്ന് പറയാം. ഈ വർഷം നമ്മൾ വിൽക്കാൻ ബാക്കി, ഇപ്പൊ പർച്ചേസ് ചെയ്തത് 10 ലക്ഷം രൂപയുടെ ഗുഡ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. നമ്മൾ വിറ്റത് 8 ലക്ഷം യൂണിറ്റേ വിറ്റിട്ടുള്ളൂ, അല്ലെങ്കിൽ 8 ലക്ഷം രൂപയുടെ ഗുഡ്സ് മാത്രമേ വിറ്റിട്ടുള്ളൂ. ബാക്കി 2 ലക്ഷം ഗുഡ്സ് അവിടെ ബാക്കിയുണ്ട്. ഈ ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ വർഷം നമ്മൾ വിൽക്കാൻ ബാക്കിയുള്ള ഗുഡ്സ് ആണ്. അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയാം. സ്റ്റോക്ക് എന്ന് പറയാം. അതായത് നമ്മൾ വിൽക്കാനായിട്ട് നമ്മുടെ ഫാക്ടറിക്കകത്ത്, വെയർ ഹൗസിനകത്ത് കൊണ്ടുവച്ചിരിക്കുന്ന ഐറ്റത്തെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. ക്ലിയർ ആണോ? ഗുഡ്സ് ലൈങ് വിത്ത് എ ബിസിനസ് ഫോർ സെയിൽ ഓൺ എനി ഗീവൺ ഡേറ്റ് ആർ കോൾഡ് സ്റ്റോക്ക്. ഈ പറയുന്ന ഡേറ്റിനകത്ത് വിൽക്കുക, അതാണ് അവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് ഫാക്ടറിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഐറ്റത്തെ പറയുന്ന പേരാണ് സ്റ്റോക്ക്. വിൽക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ, വിൽക്കാൻ വേണ്ടിയിട്ട് ഫാക്ടറിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഐറ്റത്തെ നമ്മൾ സ്റ്റോക്ക് എന്ന് പറയും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോടാ?
ഓക്കെയാണ് സാർ. അടുത്തത് ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട് റിസീവബിൾസ്. ഡെപ്റ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് റിസീവബിൾ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നമുക്ക് ഫണ്ട് തരാനുള്ള ആളുകളെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയാം. ഈ ഡെപ്റ്റേഴ്സ് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഡെപ്റ്റേഴ്സ് സംഭവിക്കുന്നത് എപ്പോഴാണോ നമ്മൾ കടത്തിന് ഗുഡ്സ് വിൽക്കുന്നത്, അപ്പോഴാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ട് സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പർച്ചേസ്ഡ് സോൾഡ് ഗുഡ്സ് ടു ഖദീജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖദീജ അക്കൗണ്ട് ഡെപ്റ്റർ. ഖദീജക്ക് ഞാൻ ഗുഡ്സ് വിറ്റു, ഖദീജ ആണ് റിസീവ് ചെയ്തത്. ഖദീജ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. അപ്പൊ സെയിൽസ് സംഭവിക്കുന്ന സമയത്ത് ഖദീജ എനിക്ക് പൈസ തരാനുണ്ട്, എനിക്ക് പൈസ തന്നിട്ടില്ല. അപ്പൊ ഈ ഖദീജ പൈസ തരാണെങ്കിൽ ഖദീജനെ ഞാൻ എന്റെ അക്കൗണ്ടിൽ റെപ്രസെന്റ് ചെയ്യും. ഖദീജ ഡെപ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഖദീജ ഒരു ചെക്ക് തന്നു, ഖദീജ എനിക്ക് ഒരു ചെക്ക് തന്നു, 3 മാസം കൊണ്ട് സാർ ഇത് ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ സാറിന് പൈസ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഫണ്ടിനെയാണ് അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന ചെക്കിനെയാണ് നമ്മൾ റിസീവബിൾസ് എന്ന് പറയാം. ഇത് 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടുള്ളൂ. ബിൽസ് റിസീവബിൾ എന്ന് പറയും. അപ്പൊ റിസീവബിൾസ് അഥവാ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫണ്ട് തരാനുള്ള ആളുകളെയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവര് ബിസിനസിന്റെ കയ്യിൽ നിന്ന് ബെനിഫിറ്റ് പറ്റിയിട്ടുള്ള ആളുകളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? അടുത്തത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് ആണ് ബിസിനസ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടത്തിന് ഗുഡ്സോ സർവീസോ റെൻഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കടത്തിന് കേട്ടോ. അപ്പൊ നമ്മൾ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ ബിസിനസ് ഫണ്ട് കൊടുക്കാനുള്ള ആളുകളെയാണ് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. എങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അല്ലെങ്കിൽ അക്കൗണ്ട്സ് പേബിൾ എന്നാണ്. ഈ അക്കൗണ്ട്സ് പേബിൾ അല്ലെങ്കിൽ ബിൽസ് പേബിൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഞാൻ ഒരു ചെക്ക് കൊടുക്കുകയാണ്, അവര് നമുക്ക് ചെക്ക് തന്നു കഴിഞ്ഞാൽ റിസീവബിൾ ആയി, അക്കൗണ്ട്സ് റിസീവബിൾ ആയി. ഞാനൊരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? അക്കൗണ്ട്സ് പേബിൾ ആയി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? 3 മാസത്തിനകത്ത് തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ചെക്കിനെയാണ് നമ്മൾ അക്കൗണ്ട്സ് പേബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? മനസ്സിലായിട്ടുണ്ടോ? ഇത്രയും നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാവുള്ളൂ. കഴിഞ്ഞു, ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. മനസ്സിലായിട്ടുണ്ടോ? ലാസ്റ്റ് ഒന്നുകൂടി പറയാമോ? ഒറ്റ മിനിറ്റടാ.